ഹായ്, എന്നെ ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പാനിപൂരി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാനിപൂരിക്ക് വേണ്ട പാനി തയ്യാറാക്കാം ആദ്യം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പിടി പുതിനയിലയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. മുളക്, നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. ഒരു മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് അതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അരച്ച മിക്സ് ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ച് വെക്കാം. അതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പുളിയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി, 3/4 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പാനി റെഡിയായി. ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാകത്തിനുണ്ടെങ്കിൽ അതവിടെ റെഡിയാക്കി മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് മധുരവും പുളിയുള്ളൊരു പാനി തയ്യാറാക്കാം. അതിനായി നമ്മൾ പുളിയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക ഒരു ബൗളിൽ. അതേ അളവിൽ തന്നെ ശർക്കര പാനിയാക്കിയതും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ചാറ്റ് മസാല, അത് 1/4 ടീസ്പൂണോളം ചാറ്റ് മസാല, അതേപടി തന്നെ ജീരകം, അതും 1/4 ടീസ്പൂണോളം ജീരകം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് ഫില്ലിങ്സിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നന്നായി ഉടച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാം, ചെറുതായി അരിഞ്ഞത്. അതിനുശേഷം ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അതിന് മുമ്പ് പൊടികളും കൂടി ഇടാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയത് കൊണ്ട് കുറച്ച് ഇത് മതി. പിന്നെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1/2 മുറി നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക, ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ട്. അതും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കിനി പൂരി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ റെഡിമെയ്ഡായിട്ടുള്ള ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം അതിലിട്ട് നമുക്ക് പൂരി വറുത്തെടുക്കാവുന്നതാണ്. പൂരിയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് അത് പൊട്ടിച്ചതിന് ശേഷം ഫില്ലിങ്സ് ഇട്ട് കൊടുത്ത് ഏത് പാനിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണ് പൊടികളെല്ലാം കുറേശ്ശെ ഇട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.